കോതമംഗലം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ മോഷണം. കോളേജിലെ അഡ്മിഷൻ സെല്ലിൽ നിന്ന് ഒരു പുതിയ ഡ്രോണും ഒരു ലാപ്ടോപ്പും മോഷണം പോയതായി അധികൃതർ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ മോഷണ ശ്രമം. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പ്രിൻസിപ്പലിന്റെ മുറിയിലുമാണ് മോഷ്ടാക്കൾ കയറിയത്. പുതിയ അഡ്മിഷൻ നടപടികൾ നടക്കുന്നതിനാൽ ലോക്കറിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിയാവുന്നവരാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കോളേജിലെ അഡ്മിഷൻ സെല്ലിൽ നിന്ന് ഒരു പുതിയ ഡ്രോണും ഒരു ലാപ്ടോപ്പും മോഷണം പോയതായി അധികൃതർ അറിയിച്ചു. ഓഫീസിലുണ്ടായിരുന്ന സേഫ് ലോക്കറും മോഷ്ടാക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ലോക്കറിൽ ഏകദേശം 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായാണ് വിവരം. ലോക്കർ പൊട്ടിക്കാനുള്ള ശ്രമത്തിന്റെ തെളിവുകൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സമയത്ത് സമീപത്തെ ഹോസ്റ്റലിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വെളുപ്പിന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയ ഒരു വിദ്യാർത്ഥിയെ കണ്ടതോടെ മോഷ്ടാക്കൾ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും ഹോസ്റ്റലിൽ മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വെളുപ്പിന് ഓഫീസിലെത്തിയ ജീവനക്കാരാണ് ആദ്യം മോഷണ വിവരം അറിഞ്ഞത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഊന്നുകൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയും ഡയറക്ടർ ഷാജൻ കുര്യാക്കോസും അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് ഇവിടെ ഈ മോഷണം നടന്നത്. കോളേജിൽ ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ മാത്രമേ എക്സാമുമായി ബന്ധപ്പെട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എൻട്രൻസിൽ ഒരു സെക്യൂരിറ്റിയും കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റിയാണുള്ളത്. വളരെ പഠിച്ച് ആണ് ഈ കള്ളൻ ഇതിനകത്ത് കയറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യത്തിൽ ഏതാണ്ട് 4 പേരെയാണ്, മുഖംമൂടി ധരിച്ച 4 പേരെയാണ് കാണാൻ കഴിയുന്നത്. ഈ അഡ്മിഷൻ സമയമാണ് ഇവിടെ സേഫിൽ ലോക്കറിൽ പൈസ ഉണ്ടാകും എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കാത്ത ഒരു ശ്രമം ഇവിടെ നടന്നത്. ഏതാണ്ട് ഒരു ലാപ്ടോപ്പും ഒരു ഡ്രോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്കർ ഓഫീസിൽ നിന്നും ട്രോളി ഉപയോഗിച്ച് അവിടെ മതിലിൻ്റെ അരികത്ത് വരെ എത്തിച്ച് അവിടെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിന് കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് അത് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ലോക്കർ ഇവിടെ കിടക്കുന്നത്. ആ സമയത്ത് 3 മണി സമയത്ത് ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് വരികയും അവരെ കണ്ടപ്പോൾ അദ്ദേഹം മതിൽ ചാടി, ഇതിനകത്ത് ഒരാൾ ചാടിപ്പോയി എന്നാണ് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരം. ഏതായാലും അതോടുകൂടിയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതറിഞ്ഞപ്പോൾ തന്നെ പോലീസ് വളരെ ജാഗ്രതയോടെ ഈ കേസ് അന്വേഷിക്കാൻ ഈ ക്യാമ്പസിൽ എത്തിച്ചേരുകയും അവരുടെ അന്വേഷണം നടന്നു വരികയും ചെയ്യും. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.